ഹായ്, നിങ്ങളെല്ലാവരും കീം എക്സാം എഴുതാൻ പോകുന്ന ആൾക്കാരായിരിക്കും. അതുകൊണ്ടായിരിക്കും നിങ്ങൾ ഈ ഒരു വീഡിയോ കാണാൻ പോകുന്നത്. ആൻഡ് നമ്മൾ ഇതിൻ്റെ മുമ്പ് ഒരു വീഡിയോ ഇട്ട സമയത്ത് ഇൻവേഴ്സ് ട്രിഗണോമെട്രി ഫംഗ്ഷൻസിലെ കൂടുതൽ തവണ റിപ്പീറ്റ് ചെയ്ത് വന്ന ചോദ്യവും ആൻഡ് അതിൻ്റെ ഡിഫറെൻറ്റ് ടൈപ്പും അത് നമ്മൾ ചെയ്ത സമയത്ത് ഒരുപാട് കുട്ടികൾ പറഞ്ഞു ഡെയിലി ഇതേപോലെയുള്ള വീഡിയോസ് ഇട്ട് തരുമ്പോൾ ഡെയിലി ഓരോ ചാപ്റ്റേഴ്സ് ഇതേപോലെ ചെയ്യുമോ എന്നുള്ളത്. സോ നമ്മൾ ആ റിക്വസ്റ്റ് മാനിച്ചുകൊണ്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ഓരോ ചാപ്റ്റേഴ്സായിട്ട് ഇനി അപ്ലോഡ് ചെയ്യാൻ പോവുകയാണ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നിങ്ങളുടെ +2 മാത്സിലെ ഒന്നാമത്തെ ചാപ്റ്ററായിട്ടുള്ള റിലേഷൻസ് ആൻഡ് ഫങ്ഷൻസാണ്. അപ്പോൾ ഈ ചാപ്റ്റർ കംപ്ലീറ്റ് ആയിട്ട് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നൊന്നുമില്ല. അത് നമ്മുടെ ആപ്പിൽ വളരെ കൃത്യമായിട്ട് നമ്മുടെ ക്രാഷ് ബാച്ചിലുണ്ട് എല്ലാ ചാപ്റ്റേഴ്സിൻ്റെയും തിയറി പ്ലസ് ക്വസ്റ്റ്യൻസ്. ആൻഡ് ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് റിലേഷൻസ് ആൻഡ് ഫങ്ഷൻ എന്ന് പറയുന്ന +2-ലെ നമ്മുടെ കീമിന് ഒരുപാട് തവണ ചോദിച്ചിട്ടുള്ള കോമ്പോസിഷൻ ഓഫ് ഫങ്ഷൻ എന്ന് പറയുന്ന ടോപ്പിക്കും അതിൻ്റെ കുറച്ച് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസുമാണ്. അപ്പോൾ നിങ്ങൾക്കിത് ഏറ്റവും യൂസ്ഫുൾ ആകുന്ന രീതിയിലായിരിക്കും. നിങ്ങളിത് എന്തായാലും കാണണം. ഒരു കീം എക്സാം എഴുതാൻ പോകുന്ന കുട്ടിയാണെങ്കിൽ ഈ ടൈപ്പ് ഓഫ് ചോദ്യങ്ങൾ നിങ്ങൾ എന്തായാലും പരിചയപ്പെട്ടിരിക്കണം. സോ നമുക്ക് തുടങ്ങാം. അതിനു മുമ്പേ കോമ്പോസിഷൻ ഓഫ് ഫങ്ഷൻസ് എന്ന് പറയുന്നത് കൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത്? നമ്മുടെ കയ്യിൽ 2 ഫങ്ഷൻസ് ഉണ്ടാവും. അതായത് എഫും ജിയും 2 ഡിഫറെൻറ്റ് ഫങ്ഷൻസ് ഉണ്ടാവും. അപ്പോൾ എഫും ജിയും 2 ഡിഫറെൻറ്റ് ഫങ്ഷൻസ് ആണെങ്കിൽ ഇതാ നോക്കിക്കേ, എഫും വരയ്ക്കുന്നുണ്ട് ജിയും വരയ്ക്കുന്നുണ്ട്. അപ്പോൾ ഇതാ നോക്കും, എഫ് എന്ന് പറയുന്ന ഒരു ഫങ്ഷൻ എയിൽ നിന്ന് ബിയിലേക്ക് പോകുന്ന എഫ് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ, ഈ ബിയിൽ നിന്ന് സിയിലേക്ക് പോകുന്ന ജി എന്ന് പറയുന്ന വേറൊരു ഫംഗ്ഷൻ. സിമ്പിൾ കാര്യം. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, ഇവിടെ ഞാൻ എക്സ് എന്ന് പറയുന്ന ഡൊമൈനിൽ ഒരു വാല്യൂ എടുത്തിട്ടുണ്ടെങ്കിൽ ഈ വാല്യൂവിന് കറസ്പോണ്ടിങ് ആയിട്ട് ഇവിടെ ഉണ്ടാവുക ഫംഗ്ഷൻ എഫ് ആണെങ്കിൽ ഇവിടെ എഫ് ഓഫ് എക്സ് ആണ് ഉണ്ടാവുക, എഫ് ഓഫ് എക്സ്. അപ്പോൾ ഈ എക്സിൽ നിന്ന് നേരെ എഫ് ഓഫ് എക്സിലേക്ക് പോകും. ഒറ്റ വാല്യൂ എടുത്തിട്ടുള്ളൂ കേട്ടോ. ഇനി ഇവിടെ ജി എന്ന് പറയുന്ന ഫംഗ്ഷൻ അല്ലേ, അപ്പോൾ ജിയുടെ ഉള്ളിൽ നോക്ക്, ഇത് ജി ഓഫ് എക്സ് എന്ന് പറയുന്ന ഫംഗ്ഷനാണ് ഇവിടുന്ന് ഇങ്ങോട്ട് പോകുന്നത്, ജി ഓഫ് എക്സ്. അപ്പോൾ ജിയുടെ ഉള്ളിൽ ഇവിടെ ഉള്ള വാല്യൂ വന്നിട്ടുണ്ടെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് കിട്ടുന്നത് ജി ഓഫ് ഇവിടുത്തെ വാല്യൂ എഫ് ഓഫ് എക്സ് ആയിരിക്കും. അപ്പോൾ ഈ ജി ഓഫ് എഫ് ഓഫ് എക്സിനെ നമ്മൾ പറയുന്ന പേരാണ് കോമ്പോസിഷൻ ഓഫ് എഫ് ആൻഡ് ജി. അപ്പോൾ എങ്ങനെയാണ് സംഭവം എന്നറിയോ? ഈ എക്സ് എന്ന് പറയുന്ന വാല്യൂയിൽ നിന്ന് നേരെ ഈ ജി ഓഫ് എഫ് ഓഫ് എക്സിലേക്ക് എത്തുകയാണെങ്കിൽ അതിനെ നമ്മൾ പറയുന്നതാണ് കോമ്പോസിഷൻ ഓഫ് 2 ഫങ്ഷൻസ്. ഇത് ഞാൻ ഇതിലെ 2 എണ്ണം ഒരൊറ്റ ആൾ ഇവിടുത്തതും ഒരാൾ ഇവിടുത്തതും ഇത് 3 എടുത്തിട്ടാണ് എക്സാമ്പിൾ പറഞ്ഞത്. വിച്ച് മീൻസ് നിങ്ങളിതാ ഈ സെറ്റിൽ നിന്ന് ഈ സെറ്റിലേക്ക് പോകുന്ന ഈ ഫംഗ്ഷനെയാണ് നമ്മൾ ജി ഓഫ് എഫ് എന്ന് പറയുക. എന്താണ് ജി ഓഫ് എഫ്? കോമ്പോസിഷൻ ഓഫ് ജി ആൻഡ് എഫ് കേട്ടോ. അത്രേ ഉള്ളൂ സംഭവം. എക്സ് നിന്ന് എഫ് ഓഫ് എക്സിലേക്ക് പോകുന്നു, എഫ് ഓഫ് എക്സ് നിന്ന് ഇങ്ങോട്ടേക്ക് പോവുകയാണെങ്കിൽ ഇത് ജി എന്ന് പറയുന്ന ഫംഗ്ഷനാണ്. അപ്പോൾ ജി ഓഫ് ഈ ജിയുടെ ഡൊമൈൻ സെറ്റ് എന്താ? ഇതാ. അപ്പോൾ ജി ഓഫ് ഈ വാല്യൂ കൊടുക്കുമ്പോഴാണ് ഇവിടുത്തെ ഇത് കിട്ടുക. അതായത് ജി ഓഫ് എഫ് ഓഫ് എക്സ് ആയിരിക്കും ഇവിടുത്തെ ഈ വാല്യൂ വരിക. ക്ലിയർ? ഇനി വേറെ കാര്യം കൂടി പറഞ്ഞുതരാം. ഈ ജി ഓഫ് എഫ് എന്നുള്ളത് നമ്മൾ ഇങ്ങനെ ഡിനോട്ട് ചെയ്യാറുണ്ട്, ജി ഓഫ് എഫ് എന്ന് ഡിനോട്ട് ചെയ്യാറുണ്ട്, ജി ഓഫ് എഫ് ഓഫ് എക്സ് എന്ന് ഡിനോട്ട് ചെയ്യാറുണ്ട്. ഇനി അതും അല്ലെങ്കിൽ ജി ഓഫ് എഫ് ഓഫ് എക്സ് ഇങ്ങനെയും ഡിനോട്ട് ചെയ്യാറുണ്ട്. ഇതൊക്കെ ജി ഓഫ് എഫിനെ റെപ്രസെൻറ്റ് ചെയ്യുന്ന സിമ്പലാണ്. അപ്പോൾ ശ്രദ്ധിച്ചോ, എയിൽ നിന്ന് സിയിലേക്ക് പോകുന്ന ഫംഗ്ഷൻ ആയിരിക്കും ജി ഓഫ് എഫ് ഓഫ് എക്സ്. വേറൊരു കുഞ്ഞു കാര്യം കൂടി പറഞ്ഞുതരാം. എഫ് ഓഫ് എഫ് ഓഫ് എക്സ് ഉണ്ട്, എഫ് ഓഫ് ജി ഓഫ് എക്സ് ഉണ്ട്, എല്ലാം ഉണ്ട്. ജി ഓഫ് എഫും അതേപോലെ തന്നെ എഫ് ഓഫ് ജിയും ഈക്വൽ ആയിരിക്കില്ല. ഈക്വൽ ടു എന്നല്ല, നോട്ട് ഈക്വൽ. എഫ് ഓഫ് ജിയും ജി ഓഫ് എഫും എന്തായിരിക്കില്ല? ഈക്വൽ ആയിരിക്കില്ല. അപ്പോൾ 2 ഫംഗ്ഷൻസ് തന്നാൽ നമുക്കതിൻ്റെ കോമ്പോസിഷൻ എഴുതാൻ പറ്റണം. ഇതാണ് ഇതിലെ ബേസിക് കൺസെപ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇനി നിങ്ങൾക്ക് ചോദ്യങ്ങൾ ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നുള്ളത് നിങ്ങൾ ചെക്ക് ചെയ്യും. എഫ് ഓഫ് എക്സും ജി ഓഫ് എക്സും തന്നിട്ടുണ്ട്. ചോദ്യം ജി ഓഫ് എഫ് ഓഫ് എക്സ്. അപ്പം അങ്ങനെ ഒരു സംഭവം ചോദിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടതും സിമ്പിളാണ്. ജി ഓഫ് എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ ജി ഓഫ് എഫ് ഓഫ് എക്സ് ഇങ്ങനെയാണ് നിങ്ങൾ എഴുതേണ്ടത്. ഓക്കെ, ഇനി എന്താ ചെയ്യേണ്ടതെന്ന് അറിയോ? ഇതിന് നമുക്കൊരു ഫൈനൽ ആൻസറിലേക്ക് എത്താൻ വേണ്ടിയിട്ട് എഫ് ഓഫ് എക്സ് എന്താ നോക്കുക. എഫ് ഓഫ് എക്സ് എന്താ? എക്സ് പ്ലസ് 8. അപ്പോൾ ജി ഓഫ് എക്സ് പ്ലസ് 8 ആണ് നമ്മൾ എഴുതേണ്ടത്, ജി ഓഫ് എക്സ് പ്ലസ് 8. ഇനി വളരെ ഈസി, ജി ഓഫ് എക്സ് ആണെങ്കിൽ 2x² അല്ലേ? അതായത് ജി ഓഫ് ഇതിൻ്റെ ഉള്ളിൽ എന്താണുള്ളത് അതിന് സ്ക്വയർ ഇൻറ്റു 2. അപ്പോൾ ജി ഓഫ് ഇതിനുള്ളിൽ എന്താണുള്ളത്? എക്സ് പ്ലസ് 8. അപ്പോൾ എക്സ് പ്ലസ് 8ൻ്റെ സ്ക്വയർ ആൻഡ് അതിൻ്റെ മുമ്പിൽ ആരും കൂടി വരും? 2 കൂടി വരും. അതായത് ഇവിടെ എക്സ് ഉള്ള സ്ഥാനത്ത് ആര് വന്ന് റീപ്ലേസ് ചെയ്യും? എക്സ് പ്ലസ് 8 വന്ന് റീപ്ലേസ് ചെയ്യും. അപ്പോൾ ഇതാ നോക്ക്, 2 ഇൻറ്റു എക്സ് പ്ലസ് 8 ഹോൾ സ്ക്വയർ എന്ന ആൻസർ വരിക. വിച്ച് മീൻസ് ഓപ്ഷൻ ബി ഈസ് ദ റൈറ്റ് വൺ. 2 ഇൻറ്റു എക്സ് പ്ലസ് 8 ഹോൾ സ്ക്വയർ. ഈസി. ഇതേപോലെ ആണെങ്കിൽ ഈ ചോദ്യം നോക്ക്, എഫ് ഓഫ് എക്സ് തന്നിട്ടുണ്ട്, വാല്യൂ ഓഫ് എഫ് ഓഫ് എഫ് ഓഫ് എക്സ്. അപ്പോൾ നമ്മൾ എങ്ങനെ എഴുതേണ്ടതെന്ന് അറിയോ? എഫ് ഓഫ് എഫ് ഓഫ് എക്സ് എന്ന് പറയുകയാണെങ്കിൽ എഫ് ഓഫ് എക്സ് എന്താ? എക്സ് പ്ലസ് 1 ഡിവൈഡഡ് ബൈ എക്സ് മൈനസ് 1. ഓക്കെ, അപ്പോൾ ഞാൻ എഴുതേണ്ട രീതി വളരെ സിമ്പിളാണ്. ഇവിടെ എക്സ് ഉണ്ടാകുമ്പോൾ എക്സ് പ്ലസ് 1
ആൻഡ് ദാറ്റ് എക്സ് മൈനസ് വൺ. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ എന്താണോ ഉള്ളത് അത് പ്ലസ് വൺ ബൈ അത് മൈനസ് വൺ. അപ്പോൾ അതാ നോക്കി എഫ് ഓഫ് എക്സ് പ്ലസ് വൺ ബൈ എക്സ് മൈനസ് വൺ ആണെങ്കിൽ ആ എക്സ് പ്ലസ് വൺ ബൈ എക്സ് മൈനസ് വൺ, എക്സ് ഉള്ളിടത്തൊക്കെ ആരെ റീപ്ലേസ് ചെയ്യുക, ഇതിനെ റീപ്ലേസ് ചെയ്താൽ മതി. ഒരു പ്ലസ് വൺ ഉണ്ട് ഡിവൈഡഡ് ബൈ ഇതേ സംഭവം തന്നെ എക്സ് മൈനസ് വൺ. അപ്പോൾ എക്സ് ഉള്ളിടത്ത് ഇതിനെ റീപ്ലേസ് ചെയ്യുക. ഇനി ഇതൊന്ന് സിംപ്ലിഫൈ ചെയ്യാൻ വേണ്ടി ഒന്ന് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ഇവിടെ ആക്ച്വലി ആരും ഇല്ലല്ലോ. അപ്പോൾ 1 × എക്സ് പ്ലസ് വൺ വരും പ്ലസ് 1 × എക്സ് മൈനസ് വൺ തന്നെ കിട്ടും. ഓൾ ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്ററിൽ എക്സ് മൈനസ് വൺ ഓൾ ഡിവൈഡഡ് ബൈ ഇതോ എക്സ് പ്ലസ് വൺ മൈനസ് വൺ ഇൻറ്റു അല്ലേ, അപ്പോൾ മൈനസ് ഇൻറ്റു എക്സ് മൈനസ് വൺ എന്നാണ് വരിക. അതായത് മൈനസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യല്ലേ, അപ്പോൾ ബ്രാക്കറ്റിൽ ഒന്നിലധികം ടേംസും വരുന്നുണ്ട്. ബൈ എക്സ് മൈനസ് വൺ കിട്ടും വിച്ച് ഈസ് ഈക്വൽ ടു, സിംപ്ലിഫൈ ചെയ്താൽ 1ഉം മൈനസ് 1ഉം ക്യാൻസൽ ചെയ്ത് പോയി എക്സ് പ്ലസ് എക്സ് 2x കിട്ടും. 2x ബൈ എക്സ് മൈനസ് വൺ ഓൾ ഡിവൈഡഡ് ബൈ ഇവിടെയോ ഈ എക്സും മൈനസ് എക്സും ക്യാൻസൽ ചെയ്തു. പിന്നെ ഈ 1 മൈനസ് 1 1 + 1 വരിക. അതായത് അവിടെ നിങ്ങൾക്ക് കിട്ടി 2 അല്ലേ. എക്സ് മൈനസ് എക്സ് ക്യാൻസൽ ചെയ്തു. 1 മൈനസ് 1 1 + 1 2 ആൻഡ് ഡിവൈഡഡ് ബൈ താഴെ ആര് കൂടി ഉണ്ട്, എക്സ് മൈനസ് വൺ ഉണ്ട്. ദെൻ ഇത് രണ്ടും നമുക്ക് ക്യാൻസൽ ചെയ്യാം. ഈ എക്സ് സോറി ഈ ടൂവും കട്ട് ചെയ്യാം, ഈ ടൂവും കട്ട് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ഫൈനൽ ആൻസർ ഇപ്പോൾ ബാക്കി ഉണ്ടാവുക ബാലൻസ് ആയിട്ട് ലാസ്റ്റ് എക്സ് ആണ്. അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടോ നോക്ക്, എക്സ് എന്ന് പറയുന്നത്. യെസ്, ഓപ്ഷൻ എ ഈസ് ദ റൈറ്റ് വൺ. ഈസിയാണ്. അപ്പോൾ ഈ ഒരു ടൈപ്പ് സംഭവങ്ങൾ കൃത്യമായിട്ട് പഠിച്ചിരിക്കണം. കുറച്ചുകൂടി ഒന്ന് ഡിഫിക്കൽട്ടി ലെവലിലേക്ക് വരുന്ന സമയത്ത് ഭയങ്കര ഡിഫിക്കൽട്ട് ആവില്ല, എന്നാലും ഇതാ ഇങ്ങനെയൊക്കെ ചോദിക്കും. എഫ് ഓഫ് എക്സ് ഈക്വൽ ടു ax + bx². ദെൻ ദ കോഎഫിഷ്യന്റ് ഓഫ് x³ ഇൻ എഫ് ഓഫ് എക്സ്. ഇത് നമ്മൾ കീം എക്സാമിന് അപ്രോച്ച് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഏറ്റവും വേഗത്തിലൊരു ഉത്തരം ചെയ്യാൻ വേണ്ടിയാണ് ശ്രമിക്കേണ്ടത്. നമുക്ക് ആ ഒരു ഐഡിയ മനസ്സിലായിട്ടുണ്ടാവും, നമുക്കത് ചെയ്യാൻ പറ്റുന്നുണ്ടാവും. പക്ഷെ ഒരുപാട് സമയം എടുത്ത് നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ അതിന് കാര്യമല്ല. സോ ഈ ഒരു ചോദ്യം നോക്ക്, എഫ് ഓഫ് എക്സിൽ x³ കോഎഫിഷ്യന്റ് എന്തെന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ എഫ് ഓഫ് എക്സ് എന്താ നോക്ക്, ax + bx² ഓക്കെ. അപ്പോൾ ഞാൻ എന്താ ചെയ്യേണ്ടത്, എഫ് ഓഫ് എക്സിൽ എക്സ് എവിടെയൊക്കെ ഉണ്ടോ അവിടെയൊക്കെ ആരെ റീപ്ലേസ് ചെയ്ത് കൊടുക്കുക, ax + bx². കാരണം എഫ് ഓഫ് ax + bx² എന്നാണ് വന്നത്. അപ്പോൾ നോക്കേ a × ax + bx² ആദ്യത്തത് വന്നേ, നോ പ്രോബ്ലം. പ്ലസ് b × എക്സ് ഉള്ള സ്ഥാനത്ത് ഇത് കൊടുക്കല്ലേ, അപ്പോൾ ax + bx² ആൻഡ് ഇതിൻ്റെ സ്ക്വയർ. നമുക്കേ x³ കോഎഫിഷ്യൻ്റാണ് കിട്ടേണ്ടത്. ഞാൻ ഒരൊറ്റ കാര്യം പറഞ്ഞത്, ഇതാ ഇവിടെ ഇങ്ങനത്തെ സാഹചര്യങ്ങളാണ് നിങ്ങൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ടത്. ഇവിടുത്തെ ഈ എനെ മൾട്ടിപ്ലൈ ചെയ്താൽ a²x abx² കിട്ടും. ഇവിടെ നിങ്ങൾക്ക് എന്തായാലും x³ വരുന്ന ഒരു ടേം ഉണ്ടാകില്ല, ഷുവർ. അതിൽ നമുക്ക് പ്രത്യേകിച്ച് കൺഫ്യൂഷൻ ഒന്നും ഇല്ലാത്തത് കൊണ്ട് ഞാൻ വെറുതെ അത് വാരി ചെയ്തേണ്ട ആവശ്യമില്ല. പിന്നെ b × ഇതൊന്ന് എക്സ്പാൻഡ് ചെയ്താൽ a + b² ഫോമിലുള്ളത്, അതായത് a²x² ശരിയല്ലേ, പ്ലസ് 2ab അതായത് 2ax bx². അപ്പോൾ 2ab ആൻഡ് x × x² എന്ന് പറയുമ്പോൾ x³ എന്ന് വരും. ഓക്കെ. പിന്നെ bx² സ്ക്വയർ അതായത് b²x⁴ വരും. ശരിയാണ്. നമ്മളോട് ചോദിച്ചത് x³ കോഎഫിഷ്യൻ്റ് എന്താണെന്നാണ്. നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്ക്. x³ കോഎഫിഷ്യൻ്റ് വരുന്ന സമയത്ത് ഇവിടെ x³ ഇല്ല, ഇവിടെ x³ ഇല്ല. x³ ഉള്ള ടേം ആകെ ഇതാ വരിക. അതായത് നിങ്ങൾക്ക് ഒരുപാട് ടേംസ് ഇതിലുണ്ടാകും. പ്ലസ് x³ ഉള്ള ടേം എന്ന് പറയുമ്പോൾ 2ab × b അതായത് 2ab² x³ എന്നാണ് വരിക. ബാക്കിയുള്ളത് നിങ്ങൾ എഴുതണമെന്നും കണ്ടെത്തണമെന്നും ഒരു നിർബന്ധമില്ല. അപ്പോൾ നോക്ക് x³ കോഎഫിഷ്യൻ്റ് എന്താ, 2ab². അപ്പോൾ അതാ 2ab² ആണ് ടിക്ക് ചെയ്യേണ്ടത്. നമ്മൾ ഒരുപാട് ഡീറ്റെയിൽ ആയിട്ട് ചെയ്യണോ എഴുതേണ്ട ആവശ്യം വരുന്നില്ല. അപ്പോൾ നിങ്ങൾ അതൊക്കെ നോക്കിയിട്ട് ആൻസറുകളിലേക്ക് എത്താൻ ശ്രമിക്കുക. ഏറ്റവും ചുരുങ്ങിയ സമയം കൊണ്ട് ആൻസർ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റണം. കൂടുതൽ സ്റ്റെപ്പുകളൊന്നും നിങ്ങൾ എഴുതണമെന്ന് ഒരു നിർബന്ധമില്ല. നിങ്ങളാണ് ആൻസർ എഴുതുന്നത്. അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾക്ക് ആ ഒരു ലോജിക്ക് ഉണ്ടെങ്കിൽ പെട്ടെന്ന് ആൻസറിലേക്ക് എത്താൻ പറ്റും. അടുത്ത നോക്കും, എഫ് ഓഫ് g(10) ആണ് ചോദ്യം. എഫ് ഓഫ് എക്സും g ഓഫ് എക്സും തന്നിട്ടുണ്ടല്ലോ. ഒരുവിധം ഒക്കെ ഡയറക്റ്റ് ആയിട്ടായിരിക്കും കോമ്പിനേഷൻ്റെ ഒക്കെ ചോദ്യം ഉണ്ടാവുക. ഒരുപാട് കൺഫ്യൂസിങ് ആയിട്ടുള്ളത് ഇത് ഉണ്ടാവുകയില്ല. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ച് ചെയ്താൽ മതി എന്നേ ഉള്ളൂ. എഫ് ഓഫ് g(10) നോക്കുന്ന സമയത്ത് ഞാൻ ആദ്യം എഫ് ഓഫ് g ഓഫ് എക്സ് ഒന്ന് നോക്കാൻ പോവുകയാണ്. അതായത് എഫ് ഓഫ് g ഓഫ് എക്സ്. വാട്ട് ഈസ് g ഓഫ് എക്സ്? g ഓഫ് എക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ, x² - 9x - 9 ഇതല്ലേ g ഓഫ് എക്സ്. ഓക്കെ. അപ്പോൾ ഞാൻ അടുത്ത സ്റ്റെപ്പിൽ എങ്ങനെ എഴുതണം, എഫ് ഓഫ് ഇവിടെ എക്സ് ഉള്ള സ്ഥാനത്തൊക്കെ ഇത് പഠിച്ചു കൊടുക്കേണ്ടി വരും. അപ്പോൾ അതാ നോക്കേ, നിങ്ങളുടെ എഫ് ഓഫ് g ഓഫ് എക്സ് വരുന്നത് എക്സ് ഉള്ള സ്ഥാനത്തൊക്കെ ഇത് കൊടുക്കുകയാണെങ്കിൽ 6 എക്സ് ഉള്ളടുത്ത് ഇത് കൊടുക്കുക. അപ്പോൾ x² - 9x - 9 9x - 9 അതിൻ്റെ സ്ക്വയർ പ്ലസ് 9 × എക്സ് ഉള്ള സ്ഥാനത്ത് ഇത് കൊടുക്കുക. അപ്പോൾ ദാ x² - 9x - 9 പ്ലസ്
അതും കഴിഞ്ഞ് പ്ലസ് ഒരു 10. ഇത് നിങ്ങൾ എക്സ്പാൻഡ് ചെയ്യാനൊന്നും നിൽക്കണ്ട. എക്സ്പാൻഡ് ചെയ്യാൻ നിൽക്കണ്ട എന്ന് പറയാൻ കാരണം എന്താ? നിങ്ങൾക്ക് എഫ് ഓഫ് ജി ഓഫ് എക്സ് കിട്ടി, അവിടെ എക്സിന് പകരം 10 കൊടുത്താൽ കിട്ടുന്നതാണ് നിങ്ങളുടെ ആൻസർ. അപ്പോൾ എഫ് ഓഫ് ജി ഓഫ് 10 അത് കണ്ടെത്തണമെങ്കിൽ എക്സ് ഉള്ള സ്ഥാനത്തൊക്കെ ജസ്റ്റ് റീപ്ലേസ് വിത്ത് 10. അപ്പോൾ 6 ഇൻറ്റു നോക്കേ 10 സ്ക്വയർ മൈനസ് 9 ഇൻറ്റു 10 മൈനസ് 9 അതിൻ്റെ സ്ക്വയർ പ്ലസ് 9 ഇൻറ്റു 10 സ്ക്വയർ മൈനസ് 9 ഇൻറ്റു 10 മൈനസ് 9 പ്ലസ് എക്സ് ഉള്ളടുത്ത് മാത്രം 10 കൊടുത്താൽ മതി. അപ്പോൾ നോക്കിക്കോ 10 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 100 മൈനസ് ഇതെന്താ വരിക 90 വരും അല്ലേ. 100 മൈനസ് 90 എന്ന് പറഞ്ഞാൽ 10, 100 മൈനസ് 90 എന്ന് പറഞ്ഞാൽ 10 മൈനസ് 9 എന്ന് പറഞ്ഞാൽ 1. അപ്പോൾ 1 ആണ് ഇവിടുത്തെ ആൻസർ വരിക. 1ൻ്റെ സ്ക്വയർ 1. അപ്പോൾ ഇവിടെ കിട്ടുക 6 ഇൻറ്റു 1. ഇതേ സംഭവം തന്നെയല്ലേ ഇവിടെ ഉള്ളത്. അപ്പോൾ ഇവിടെയും 1 അല്ലേ കിട്ടുക. അപ്പോൾ 9 ഇൻറ്റു 1 എന്ന് പറഞ്ഞാൽ 9 കിട്ടും. പ്ലസ് 9 ഇൻറ്റു 1 തന്നെ ഇതേ പ്ലസ് ലാസ്റ്റ് എന്ത് വരും ആ 10ഉം. അപ്പോൾ 6 പ്ലസ് 9 15 പ്ലസ് 10 ആൻസർ എന്തായിരിക്കും വരുന്നത് 25 ആയിരിക്കും ആൻസർ വരും, ഓപ്ഷൻ സി. അപ്പോൾ ഇതൊന്നും ഡീറ്റെയിൽ ആയിട്ട് ഇനി എക്സ്പാൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇവിടെ തന്നെ നിങ്ങൾക്ക് വാല്യൂ കൊടുത്തിട്ടുണ്ടെങ്കിൽ ആൻസറിലേക്ക് കറക്റ്റായിട്ട് എത്താൻ പറ്റും. കാര്യം മനസ്സിലായോ? ഈസിയാണ്. ആൻഡ് അടുത്ത് നോക്ക്, എഫ് ഓഫ് ജി ഓഫ് എക്സും ജി ഓഫ് എഫ് ഓഫ് എക്സും ഒക്കെ അല്ലായിരുന്നു സാധാരണ തന്നത് ഇപ്പോൾ ഇതുവരെ. എഫ് ഓഫ് ജി ഓഫ് എക്സ് സ്ക്വയർ മൈനസ് 1 ആണെങ്കിലോ ഇങ്ങനെയാണ് ചോദ്യമെങ്കിലോ. അപ്പോൾ നമ്മൾ എഴുതേണ്ടതൊന്നുമില്ല. എഫ് ഓഫ് ജി ഓഫ് എക്സ് സ്ക്വയർ മൈനസ് 1 അതായിരിക്കും ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ വരിക. അപ്പോൾ എന്താ ജി ഓഫ് എക്സ് സ്ക്വയർ മൈനസ് 1? ജി ഓഫ് എക്സ് സ്ക്വയർ മൈനസ് 1 എങ്ങനെ എഴുതുക? എക്സ് ഉള്ള സ്ഥാനത്ത് എക്സ് സ്ക്വയർ മൈനസ് 1 വന്നു. അപ്പോൾ ജി ഓഫ് എക്സ് സ്ക്വയർ മൈനസ് 1 എന്ന് പറഞ്ഞാൽ ജി ഓഫ് എക്സ് എക്സ് സ്ക്വയർ മൈനസ് 1 അല്ലേ? അപ്പോൾ ഇവിടെ ജി ഓഫ് എക്സ് സ്ക്വയർ മൈനസ് 1. അപ്പോൾ എക്സ് ഉള്ളിടത്ത് ആരെ കൊടുക്കുക? ഈ എക്സ് സ്ക്വയർ മൈനസ് 1 കൊടുക്കുക. അപ്പോൾ എങ്ങനെ ആൻസർ വരികയെന്നറിയോ? എക്സ് സ്ക്വയർ മൈനസ് 1 ആൻഡ് അതിൻ്റെ സ്ക്വയർ മൈനസ് 1. ഇനി എഫ് ഓഫ് ഈ വാല്യൂ ചെയ്യണം. നോക്ക്, എഫ് ഓഫ് എക്സ് 3x + 5. അപ്പോൾ എഫ് ഓഫ് എക്സ് ഉള്ളിടത്ത് ഇത് റീപ്ലേസ് ചെയ്താൽ മതി. അപ്പോൾ ഇങ്ങനെ കിട്ടും 3 ഓഫ് എക്സ് ഉള്ളിടത്ത് ഇത് റീപ്ലേസ് ചെയ്യുമ്പോൾ എക്സ് സ്ക്വയർ മൈനസ് 1 ഹോൾ സ്ക്വയർ മൈനസ് 1. അപ്പോൾ ഇങ്ങനെ പ്ലസ് ലാസ്റ്റ് ആര് ആ 5ഉം കൂടി. അതൊന്ന് സിംപ്ലിഫൈ ചെയ്ത് എഴുതണം. ആ ഒരു ഫോമിലാണ് ആൻസർ എന്തായാലും ഉള്ളത്. എഴുതാം, നോ പ്രോബ്ലം. ഇത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ എക്സ് സ്ക്വയറിൻ്റെ സ്ക്വയർ എക്സ് റൈസ് ടു 4 മൈനസ് 2x സ്ക്വയർ ഇൻറ്റു 1 അതായത് 2x സ്ക്വയർ തന്നെ പ്ലസ് അല്ലേ എ മൈനസ് ബി ഹോൾ സ്ക്വയർ എക്സ്പാൻഡ് ചെയ്യുമ്പോൾ 1ൻ്റെ സ്ക്വയർ 1 തന്നെ. ഇവിടെ ഒരു മൈനസ് 1 ഉണ്ട് പ്ലസ് 5. ഇത് രണ്ടും നമുക്കങ്ങ് കട്ട് ചെയ്യാം. ഇനി വരുന്നതെന്നാ നോക്കേ 3x റൈസ് ടു 4 മൈനസ് 3 ഇൻറ്റു 2 6. അപ്പോൾ 6x സ്ക്വയർ പ്ലസ് ലാസ്റ്റ് വരുന്ന 5ഉം കൂടി ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് എക്സ്പാൻഡ് ചെയ്താൽ ഈ ഒരു ആൻസറിലേക്ക് നിങ്ങൾക്ക് എത്താൻ പറ്റുക. 3x റൈസ് ടു 4 മൈനസ് 6x സ്ക്വയർ പ്ലസ് 5. ഓപ്ഷൻ ബി ഈസ് ദ റൈറ്റ് ആൻസർ. ഓക്കെ, ഒരു ഐഡിയ എപ്പോഴും വെച്ചിട്ട് ചോദ്യം ചെയ്താൽ മതി. കോമ്പോസിഷൻ ഓഫ് ഫംഗ്ഷൻ ഈസ് വെരി സിമ്പിൾ ആക്ച്വലി. അങ്ങനെ നമ്മളെ ബുദ്ധിമുട്ടിക്കാൻ ഉള്ള ഒരു സംഭവമൊന്നും അതിലില്ല. ഇനി കുറച്ചുകൂടി വേറൊരു നല്ല ചോദ്യം നോക്കും. എഫ് ഓഫ് എക്സ് എക്സ് ക്യൂബ് ആണ്, ജി ഓഫ് എക്സ് 3 റൈസ് ടു എക്സ് ആണ്. വാല്യൂ ഓഫ് എ സച്ച് ദാറ്റ് ജി ഓഫ് എഫ് ഓഫ് എ ഈക്വൽ ടു എഫ് ഓഫ് ജി ഓഫ് എ. അങ്ങനെയാണ് എൻ്റെ ചോദ്യം. ജി ഓഫ് എഫ് ഓഫ് എ ഈസ് ഈക്വൽ ടു എഫ് ഓഫ് ജി ഓഫ് എ ആണെങ്കിൽ, എഫ് ഓഫ് ജി ഓഫ് എ ആണെങ്കിൽ വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് എ എന്നാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, നിങ്ങൾ തന്നെ ഒന്ന് പറ. എഫ് ഓഫ് എ ആണെങ്കിൽ എഫ് ഓഫ് എക്സ് ആണെങ്കിൽ എക്സ് ക്യൂബ്, അപ്പോൾ എഫ് ഓഫ് എ ആണെങ്കിൽ എ ക്യൂബ് വിച്ച് ഈസ് ഈക്വൽ ടു എഫ് ഓഫ് ജി ഓഫ് എ. ജി ഓഫ് എക്സ് ആണെങ്കിൽ 3 റൈസ് ടു എക്സ്, അപ്പോൾ ജി ഓഫ് എ ആണെങ്കിൽ 3 റൈസ് ടു എ. റെഡി? ഇനി നോക്ക്, ജി ഓഫ് എ ക്യൂബ് ആണെങ്കിൽ ജി ഓഫ് എക്സ് ആണെങ്കിൽ 3 റൈസ് ടു എക്സ് ഇല്ലേ. അപ്പോൾ ജി ഓഫ് എ ക്യൂബ് ആണെങ്കിൽ ഒന്നുമില്ല 3ൻ്റെ പവറിൽ ഇത് വരും. അപ്പോൾ 3 റൈസ് ടു എ ക്യൂബ് എന്ന് വരും. 3 റൈസ് ടു എ ക്യൂബ് എന്ന് വരും. ആൻഡ് ഇവിടെയോ, ഇവിടെ നോക്ക്, എഫ് ഓഫ് 3 റൈസ് ടു എ. അപ്പോൾ ഇവിടുത്തെ ഇതിൽ എങ്ങനെയായിരിക്കും കിട്ടുക? ഇതെങ്ങനെയായിരിക്കും വരിക? എഫ് ഓഫ് എക്സ് ആണെങ്കിൽ എക്സ് ക്യൂബ്, അപ്പോൾ എഫ് ഓഫ് 3 റൈസ് ടു എ ആണെങ്കിൽ 3 റൈസ് ടു എ ക്യൂബ് എന്ന് വരും. ബുദ്ധിമുട്ടുണ്ടോ? ഇല്ല. ഇനി ഇത് കണ്ടിട്ട് നിങ്ങൾക്ക് ഇനി എന്താ തോന്നുന്നത്? ഒന്ന് 3 റൈസ് ടു എ ക്യൂബാ, ഒന്ന് 3 റൈസ് ടു എ ഓൾ റൈസ് ടു 3 ആ. അതായത് ഇതിന് ഇനി ഒന്നും ചെയ്യാൻ പ്രത്യേകിച്ച് വകുപ്പൊന്നുമില്ല. എ റൈസ് ടു എം ഓൾ റൈസ് ടു എൻ ആണെങ്കിൽ എ റൈസ് ടു എം എന്ന് എഴുതാലോ. ഇത് ഇവിടെ ഇങ്ങനെ തന്നെ നിൽക്കട്ടെ, 3 റൈസ് ടു എ ക്യൂബ്. പക്ഷെ ഇതിനെ നിങ്ങൾക്ക് മാറ്റിയിട്ട് 3 റൈസ് ടു 3 എന്ന് എഴുതാം. അതെന്താ അങ്ങനെ? 3 റൈസ് ടു 3 എന്ന് എഴുതാൻ പറ്റുന്നത് എന്തുകൊണ്ടാണ്? എടാ വളരെ സിമ്പിൾ കാര്യം. എ റൈസ് ടു എം ഓൾ റൈസ് ടു എൻ ആണെങ്കിൽ എ റൈസ് ടു എം എൻ, അപ്പോൾ 3 റൈസ് ടു 3 എന്ന് എഴുതാം. ഇവിടുത്തെ ഇനി ഒന്നും ചെയ്യാൻ പറ്റൂല. എ റൈസ് ടു എം ആൻഡ് ഈ എമ്മിൻ്റെ പവറിൽ വേറെ ഒന്നാണുള്ളത്, അതായത് അല്ലാതെ ഓൾ റൈസ് ടു എന്ന് പറഞ്ഞിട്ടല്ല ഉള്ളത്. ഓക്കെ, ഈ രണ്ട് സ്ഥലത്തും 3ൻ്റെ പവറിലായിട്ടല്ലേ അത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നോക്കിക്കേ,
എ ക്യൂബ് ഈസ് ഈക്വൽ ടു 3a ആണ്. എ ക്യൂബ് ഈസ് ഈക്വൽ ടു 3a ആണെങ്കിൽ ആൻസർ എന്തായിരിക്കും വരിക? എ ക്യൂബ് 3a കിട്ടണമെങ്കിൽ നിങ്ങൾക്ക് എയുടെ വാല്യൂ ഏതൊക്കെ വരാം? എങ്ങനെയായിരിക്കും ഇതിൻ്റെ ആൻസർ നമ്മൾ എഴുതാൻ പറ്റുക? ഞാനേ വളരെ സിമ്പിളായിട്ട് ഈ 3a ഇങ്ങോട്ട് എടുത്താൽ എ ക്യൂബ് മൈനസ് 3a ഈസ് ഈക്വൽ ടു 0 എന്ന് എഴുതാം. പ്രശ്നമില്ല. രണ്ടിടത്തും എ ഉള്ളത് കൊണ്ട് എ കോമൺ എടുത്തു. അപ്പോൾ അങ്ങനെയാണെങ്കിൽ എനിക്ക് എ സ്ക്വയർ മൈനസ് 3 എന്ന് എഴുതാം. എ സ്ക്വയർ മൈനസ് 3 ഈസ് ഈക്വൽ ടു 0 ഇത് എഴുതിയാലും പ്രശ്നമില്ല. ഇവിടെ നിന്ന് നിങ്ങൾക്ക് രണ്ട് പോസിബിലിറ്റീസ് ഉള്ളത്. ഇത് കറക്റ്റ് ആണെങ്കിൽ ഒന്നെങ്കിൽ ഈ എ 0 ആകാം, അല്ലെങ്കിൽ ഇത് 0 ആകാം. അപ്പോൾ എ ഈക്വൽ ടു 0 ഒരു ആൻസർ ഇതാ. എ ഒന്നെങ്കിൽ 0 ആയിരിക്കും. അപ്പോൾ 0 വരുന്നത് നിങ്ങൾക്ക് ഓപ്ഷൻസ് നോക്കിയാൽ മനസ്സിലാവും. അല്ലെങ്കിൽ ഈ ടേം മൊത്തം 0 ആയാലേ ഈക്വേഷൻ 0. അപ്പോൾ എ സ്ക്വയർ മൈനസ് 3 ഈക്വൽ ടു 0, എ സ്ക്വയർ ഈസ് ഈക്വൽ ടു 3. അങ്ങനെയാണ് എയുടെ വാല്യൂ എന്തായിരിക്കും? √3. വെറും റൂട്ട് അല്ല, പ്ലസ് ഓർ മൈനസ് √3 എടുക്കുക. അങ്ങനെ ഓപ്ഷൻ ഉണ്ട്, 0യും പ്ലസ് √3യും മൈനസ് √3യും. അപ്പോൾ നിങ്ങൾ ചൂസ് ചെയ്യേണ്ടത് ഇതാണ്, 0, പ്ലസ് ഓർ മൈനസ് √3. മനസ്സിലായോ? ഓക്കെ ആണോ? അപ്പോൾ ഇതാണ് നമുക്ക് റിലേഷൻസ് ആൻഡ് ഫങ്ഷൻസിൽ നിന്ന് കോമ്പോസിഷൻസ് ഓഫ് ഫങ്ഷൻസിൽ പഠിക്കാനുള്ള പ്രധാനപ്പെട്ട ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ്. ഈ ടൈപ്പ് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യണം. നിങ്ങൾക്ക് ഒരുപാട് ചോദ്യങ്ങൾ അവൈലബിൾ ആയിരിക്കും. ഇങ്ങനത്തെ സാധനങ്ങൾ കൃത്യമായിട്ട് ചെയ്ത് പഠിക്കുക. കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയുള്ള ടോപ്പിക്സും ചാപ്റ്റേഴ്സും ഒക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. നിങ്ങൾ ഈ ഒരു ചാനലിൽ പുതിയ ആളാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. കാരണം കൂടുതൽ ഇൻഫർമേഷൻസ് കീമുമായിട്ട് ബന്ധപ്പെട്ടത് നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ത്രൂ ലഭിക്കുന്നതായിരിക്കും. ആൻഡ് നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഈ ഒരു വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. കീം എഴുതാൻ പോകുന്ന ആൾക്കാരാണെങ്കിൽ അവർക്ക് ഉപകാരപ്പെടുന്ന രീതിയിലാകട്ടെ, അവർക്കും കൂടി ഷെയർ ചെയ്ത് കൊടുത്തോ. ഷെയറിങ് ഈസ് കെയറിങ്. ബൈ.